വെൽഫെയർ പാർട്ടി പിന്തുണ തിരിച്ചടിക്കാതിരിക്കാൻ കോൺഗ്രസ്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ KPCC അധ്യക്ഷൻ കണ്ടു. ഇപ്പോഴത്തേത് തെരഞ്ഞെടുപ്പ് ധാരണ മാത്രമെന്ന് സണ്ണി ജോസഫ്. ഒരു സ്ഥാനാർത്ഥിക്കും പിന്തുണ പ്രഖ്യാപിക്കാനില്ലെന്ന് സമസ്ത. കത്തോലിക്ക കോൺഗ്രസ് UDF-നെതിരെ അല്ല എന്ന് VD സതീശൻ. കത്തോലിക്ക കോൺഗ്രസ് ഒന്നും വിമർശിച്ചിട്ടില്ല. അവിടെ ആരോ ഈ കാസയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോ അവിടെ താമരശ്ശേരി രൂപത പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ഒരാഴ്ച മാത്രം. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും നാളെ മണ്ഡലത്തിൽ. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കി UDF. UDF-ന് വിവാദങ്ങൾ മാത്രം മതിയെന്ന് M സ്വരാജ്. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതിൽ കർശന നടപടിയുമായി ഹൈക്കോടതി. ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള ഇതേ കമ്പനിയുടെ കപ്പൽ തടഞ്ഞുവെക്കാൻ ഉത്തരവ്. നഷ്ടപരിഹാരം ഈടാക്കണം. കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നോട്ടീസ്. തീപിടുത്തമുണ്ടായ സിംഗപ്പൂർ കപ്പൽ പുറംകടലിലേക്ക് നീക്കി. സ്കൂൾ സമയ ക്രമീകരണത്തിൽ സമസ്തയുടെ വിയോജിപ്പ് കണക്കിലെടുത്ത് സർക്കാർ. ചർച്ചയാകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട്. മതവിശ്വാസത്തെയോ ദൈവവിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മോശപ്പെടുത്തണമെന്നോ അസൗകര്യം ഉണ്ടാക്കണമെന്നോ യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. സമയമാറ്റത്തിൽ കൂടിയാലോചന വേണമായിരുന്നുവെന്ന് കോൺഗ്രസ്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഞായറാഴ്ച അതിശക്തമായ മഴയ്ക്കും സാധ്യത. പാഠ്യപദ്ധതിയിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തരുത് എന്ന് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP നോമിനി. വൈസ് ചാൻസലർക്ക് കത്ത്. തന്റെ നിലപാടുകളോടുള്ള എതിർപ്പാണ് പ്രകടമാകുന്നത് എന്ന് വേടൻ. പുലിപ്പല്ല് കേസിൽ വേടൻ കോടനാട് റേഞ്ച് ഓഫീസിൽ ഹാജരായി. ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ പണം ജീവനക്കാർ തട്ടിയെടുത്തതിന്റെ തെളിവുകൾ ന്യൂസ് 18. തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം. മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഒളിവിൽ പോയ ജീവനക്കാർ. വിധി എഴുതാൻ 7 നാൾ. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ധാരണയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം തള്ളി UDF. വിമർശിച്ചത് കത്തോലിക്ക കോൺഗ്രസ് അല്ല എന്നും കാസിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചിലർ ആണ് എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞു. വിഷയം ആയുധമാക്കുന്ന LDF ജമാഅത്തെ പിന്തുണയിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കൾ മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ട് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവും എന്നായിരുന്നു കാത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം. താമരശ്ശേരി രൂപതയുടെ പേരിലായിരുന്നു വാർത്താക്കുറിപ്പ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും കൂടുതൽ പ്രതികരണത്തിന് മുതിരാതെ ഒഴിഞ്ഞുമാറിയപ്പോൾ വിമർശനം അപ്പാടെ തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താമരശ്ശേരി രൂപത അറിയാതെയാണ് പ്രസ്താവന പുറത്തിറക്കിയത്. വിമർശനത്തിന് പിന്നിൽ കത്തോലിക്ക കോൺഗ്രസ് അല്ലെന്നും കാസിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചിലരാണ് എന്നും സതീശൻ തുറന്നടിച്ചു. വെൽഫെയർ പാർട്ടി പിന്തുണയിൽ മുന്നണി ഒറ്റക്കെട്ടാണ് എന്നും സതീശൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. അല്ല, കത്തോലിക്ക കോൺഗ്രസ് ഒന്നും വിമർശിച്ചിട്ടില്ല. അവിടെ ആരോ ഈ കാസയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോ അവിടെ താമരശ്ശേരി രൂപത പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ഇതൊക്കെ ചില ആളുകൾ ഒറ്റയ്ക്ക് കൊടുക്കുന്ന സംഭവമാണ്. വെൽഫെയർ പാർട്ടി പിന്തുണയിൽ സമസ്ത അതൃപ്തി ഉന്നയിച്ചിരുന്നുവെങ്കിലും കടുത്ത വിമർശനം നടത്തിയിരുന്നില്ല. അതേസമയം സംഘടനകളുടെ എതിർപ്പ് മുതലെടുക്കാനാണ് LDF ശ്രമം. കാത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം UDF-ൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നാണ് വർഗീയ മുന്നണിയുണ്ടാക്കി UDF ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട്, ഇതേവരെ രഹസ്യമായിട്ടാണ്, ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട്
സ്വീകരിച്ചിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കണം. എം വി ഗോവിന്ദന്റെ വിമർശനത്തിന് സതീശന്റെ മറുപടി ഇങ്ങനെ: എം വി ഗോവിന്ദൻ പറഞ്ഞതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. എം വി ഗോവിന്ദൻ പറഞ്ഞതിന് മറുപടി ഞാനോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ DCC പ്രസിഡന്റോ പറയും. എം വി ഗോവിന്ദൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനല്ല പ്രിയങ്ക ഗാന്ധി വരുന്നത്. എം വി ഗോവിന്ദനെ എത്ര പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്. എം വി ഗോവിന്ദൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത്. ഞാൻ തെളിവ് കാണിച്ചത്. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഒരിക്കലും അവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹാഗിയ സോഫിയ വീണ്ടും ഉയർത്തിയായിരുന്നു KT ജലീലിന്റെ വിമർശനം. ഹാഗിയ സോഫിയ വിഷയത്തിൽ അവിടേക്ക് ക്രൈസ്തവർ ഇനി ആരാധനക്കായി പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തെ ശക്തമായി അനുകൂലിച്ചുകൊണ്ട് ഒരു ലേഖനം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതുകയുണ്ടായി. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ മതസംഘടനകളുടെ പിന്തുണയാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയം. ന്യൂസ് 18 നിലമ്പൂർ. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ സമസ്തയ്ക്ക് അതൃപ്തി നിലനിൽക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോഴിക്കോട് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സണ്ണി ജോസഫുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം വന്നില്ല എന്നും നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിക്കും പിന്തുണ പ്രഖ്യാപിക്കില്ല എന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. നിലമ്പൂർ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്തു, അത്രമാത്രം. അല്ല, കോൺഗ്രസ് ഉഷാറാക്കണം, അതാണ് അയാള്, അതിനുള്ള അയാൾ പ്രസിഡന്റ് ആയിക്കുന്നത്. അല്ല, നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ പാർട്ടി ശക്തിപ്പെടുത്തണ്ടേ, അടിത്തറ ഒക്കെ ശരിപ്പെടുത്തും ഒക്കെ, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. നിർദ്ദേശം മാത്രമല്ല, ആശീർവാദം കൂടി ആവശ്യപ്പെട്ട് വന്നതാണ്. അതൊന്നും ഇപ്പൊ നമ്മളോട് ചർച്ച ചെയ്യണ്ട. അത് മുന്നണി നേതാക്കന്മാരുണ്ടല്ലോ, ഓരോ മുന്നണിയിലും ആ മുന്നണീൻ്റെ നേതാക്കന്മാരും അതിനോട് ബന്ധപ്പെട്ടവരുള്ള ആ ചർച്ചകളൊക്കെ ചെയ്യേണ്ടത്. ഞാനെന്തായാലും എനിക്കതിന് പൊന്നൂക്കിനോടത്ത് പൂച്ചക്ക് എന്താന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് കോൺഗ്രസ് ഏത് രീതിയിൽ പോകണമെന്നാണ് സംസ്ഥയുടെ ഒരു അല്ല, ഇവിടുത്തെ ഈ പിന്നെ മതേതര മറ്റ് ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതൊക്കെ സംരക്ഷിച്ചു പോകണം. എല്ലാ പാർട്ടികളും അങ്ങനെ പോകണം എന്നാണല്ലോ, കോൺഗ്രസ് മാത്രമല്ല. MS അനീഷ് കുമാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, സമസ്തയിൽ നിലനിൽക്കുന്ന ഭിന്നത അത് UDFനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അത് അവസരമാക്കി മാറ്റാൻ LDFും ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? അഭിലാഷ്, ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ സമസ്ത നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും മതരാഷ്ട്രവാദമെന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം. അതുകൊണ്ട് പല കാര്യങ്ങളും ഈ പരമ്പരാഗതമായ ഇസ്ലാം വിശ്വാസങ്ങളെ പോലും ഖനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. നവീകരണവാദികൾ എന്ന ലേബലിൽ അവർ അറിയപ്പെടുകയും ചെയ്യുന്നു. സമസ്തയാവട്ടെ കൃത്യമായ ചിട്ടവട്ടങ്ങളിൽ വിശ്വസിച്ച് പരമ്പരാഗതമായ തത്വങ്ങളിൽ ഊന്നിയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുമാണ്. അതുകൊണ്ട് നിശ്ചിതമായി തന്നെ സമസ്തയുടെ വേദികളിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യം ചേരുന്നു എന്ന വിവരങ്ങൾ പുറത്തു പറയുകയും ഇപ്പോൾ UDF നേതാക്കൾ ഓരോരുത്തരായി തങ്ങൾ സഖ്യമുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ കൂട്ടുകെട്ടിൽ ഉറച്ചു നിൽക്കും എന്ന് VD സതീശനടക്കം വീണ്ടും വീണ്ടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും സമസ്ത നേതാക്കളിൽ നിന്നും ഈ ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വിമർശനം ഈ കൂട്ടുകെട്ടിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്നു. അതായത് പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്ന പല ആധ്യാത്മിക സംഘടനകളുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ തന്നെയാണ് തിരക്കിട്ട അനുനയ നീക്കങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വന്നത്. ഇതിൻ്റെ ഭാഗമായാണ് KPCC പ്രസിഡന്റ് നേരിട്ട് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് അല്പസമയം മുമ്പ് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ചർച്ചയ്ക്കായി ഉയർന്നു. അത് കോൺഗ്രസിൻ്റെ നന്മയെ കരുതി അല്ലെങ്കിൽ ഏത് തരത്തിൽ കൂടുതൽ ശക്തമായി കോൺഗ്രസ് മുന്നോട്ട് പോകണം എന്ന് സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് നൽകിയത് എന്നാണ് പറഞ്ഞത്. യുവജന സംഘടനകൾ, അധ്യാപകരുടെ പ്രശ്നങ്ങൾ, മറ്റ് സാധാരണ തട്ടിലുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ എന്നിവയൊക്കെ പരിഗണിക്കുന്നതിൽ കൃത്യമായ ഇടപെടൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന ഉപദേശം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൽകി എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതിനുശേഷമാണ് തങ്ങൾ മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സമസ്തയുടെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു.
നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പുതിയൊരു നിലപാട് പറയേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. പുതിയൊരു നിലപാട് ഉണ്ടായാൽ അത് അറിയിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തോട് ഇതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേക ഒരു അഭിപ്രായം ഈ ഘട്ടത്തിൽ പറയുന്നില്ല. എല്ലാ മുന്നണികളോടും, പ്രത്യേകിച്ചും ഈ നിലമ്പൂരിൽ രണ്ട് ശക്തരായ മുന്നണികൾ തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അത്ര പ്രസക്തനല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ മുന്നണികളോടും ഒരേ രീതിയിലാണ് തങ്ങൾ ഇടപെടുന്നത്. ആരാണ് ജനങ്ങൾക്ക് കൂടുതൽ നന്മ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് തങ്ങളുടെ പരിഗണനയെന്നും പറയുന്നു. വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മുന്നണിയോടും അനുഭാവം ഈ ഘട്ടത്തിൽ സമസ്തയ്ക്കില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ ഇരുവരും തമ്മിൽ ഈ വിഷയങ്ങൾ സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടിൽ സമസ്തയ്ക്ക് കൃത്യമായൊരു അതൃപ്തി ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അഭിലാഷ്, വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. നിലമ്പൂരിൽ പോര് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ജാതിമത സമവാക്യങ്ങൾ ആണ് മുഖ്യ ചർച്ച. ചെറുവിഭാഗങ്ങളെയും ഒപ്പം നിർത്താൻ മുന്നണി നേതൃത്വങ്ങൾ തിരക്കിട്ട നീക്കങ്ങളിൽ ആണ്. നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ ഏത് ജാതി സംഘടനകൾക്കാണ് സ്വാധീനം കൂടുതൽ? വിശദമായി പരിശോധിക്കാം. എന്താണ് നിലമ്പൂരിലെ ജാതിമത സമവാക്യങ്ങൾ? ഏത് മതജാതി വിഭാഗങ്ങൾക്കാണ് അവിടെ സ്വാധീനം? അവരുടെ എണ്ണം, അവിടുത്തെ സാഹചര്യം കൂടി വിശദമായി പരിശോധിക്കാം. നമുക്ക് ഔദ്യോഗിക കണക്കിനെയാണ് ഇപ്പോൾ ഉദ്ധരിക്കാൻ കഴിയുന്നത്. 2011 സെൻസസ് കണക്കുകൾ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. നിലമ്പൂരിലെ വോട്ടർമാരുടെ ഹിന്ദു വോട്ടർമാർ തന്നെയാണ് 2011 പ്രകാരമുള്ള സെൻസസിൽ നിലമ്പൂരിൽ ഏറ്റവും അധികം കൂടുതലുള്ളത്. അത് 45.3%. മുസ്ലിം വോട്ടർമാർ 43.9%. ക്രിസ്ത്യൻ വോട്ടർമാരുടെ എണ്ണം 10.8%. ഇത് 2011 സെൻസസ് കണക്കുകളാണ്. ഒരുപക്ഷെ ഈ കണക്കിൽ മാറ്റമുണ്ടായേക്കാം. ഇനി നിലമ്പൂരിൻ്റെ മറ്റു സാഹചര്യങ്ങളിലേക്ക് കൂടി നമുക്ക് വരാം. അതിൽ ഏറ്റവും പ്രധാനം ഹിന്ദു വോട്ടർമാരാണ്. ഹിന്ദു വോട്ടർമാരിൽ ഈഴവ വിഭാഗത്തിന് തന്നെയാണ് ഏറ്റവും അധികം സ്വാധീനം നിലമ്പൂരിലുള്ളത്. അത് 23.5% വരും. രണ്ടാമത് വരുന്നത് ഹിന്ദു സമുദായത്തിൽ നായർ വിഭാഗത്തിനാണ്. അവർക്ക് 9.3% വോട്ടുകളുണ്ട്. പട്ടികജാതി വിഭാഗം, അതായത് നിലമ്പൂരിലെ നിർണായകമായ ST ഗോത്ര വിഭാഗക്കാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ്. അത് 11% വരുമെന്നതാണ് ശ്രദ്ധേയം. അതായത് ഹിന്ദു വിഭാഗത്തിൽ നായർ വോട്ടുകളെക്കാൾ കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വോട്ടുകളാണ്. അത് 11% വരും എന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവർ ഏകദേശം 0.5% വരും എന്നതാണ് ഹിന്ദു വോട്ടുകളുടെ നിലമ്പൂരിലെ ചിത്രം. ഇനി നമുക്ക് ക്രിസ്ത്യൻ വോട്ടുകളുടെ സാഹചര്യം കൂടി പരിശോധിക്കാം. ക്രിസ്ത്യൻ വോട്ടുകളിൽ മാർത്തോമ വിഭാഗത്തിനാണ് അവിടെ ഏറ്റവും അധികം കൂടുതലുള്ളത്. പ്രത്യേകിച്ച് ഒരു കുടിയേറ്റ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും അധികം സ്വാധീനമുള്ള മാർത്തോമ വിഭാഗത്തിനാണ്. അവർക്ക് 5.7% വോട്ടുകളുണ്ട്. സീറോ മലബാർ വിഭാഗത്തിന് 2.8% വോട്ടുകളുണ്ട്. പെന്തക്കോസ്റ്റ് വിഭാഗത്തിന് 1.3% വോട്ടുകളുണ്ട്. മറ്റുള്ളവർ ഏകദേശം 1% വരുമെന്നതാണ്. ഇനി നിർണായകമായ മുസ്ലിം വോട്ടുകളാണ് നിർണായകം. മുസ്ലിം വിഭാഗത്തിലെ ജാതീയ ഘടകങ്ങളുടെ ബലശേഷികൾ ഇങ്ങനെയാണ്. അതിൽ സുന്നി വിഭാഗത്തിലാണ് ഏറ്റവും അധികം സ്വാധീനം. അതിൽ EK വിഭാഗം സുന്നികൾക്ക് 21.6% വോട്ടുണ്ട്. AP വിഭാഗം സുന്നികൾക്ക് 16.4% വോട്ടുകളുണ്ട്. മറ്റൊന്ന് മുജാഹിദ് വിഭാഗമാണ്. അവർക്ക് 3.4% വോട്ടുണ്ട്. മറ്റൊന്ന് ജമാഅത്തെ വിഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് 2.5% വോട്ട് എന്നതാണ് സാഹചര്യം. ഇതാണ് നിലമ്പൂരിലെ ജാതി വോട്ടിൻ്റെ കണക്കെടുപ്പ്. എന്തായാലും നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ജാതി മത സമവാക്യ കണക്കെടുപ്പുകളിലാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി നാളെ മണ്ഡലത്തിൽ വരാനിരിക്കെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കുകയാണ് UDF. എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും വിഷയം ഉന്നയിക്കും. മലപ്പുറത്തെ അവഹേളിച്ച പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ന്യൂസ് 18 പറഞ്ഞു. മലപ്പുറത്ത് 150 കിലോ സ്വർണവും 133 കോടി രൂപയും കണ്ടെടുത്തു. അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ. അദ്ദേഹം അതിൽ മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇപ്പം പലരും പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, PR ആയിരുന്നു, PR അല്ലായിരുന്നു, പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു, ഹിന്ദുവിൽ വന്ന ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാനുള്ള അവസരമാണ് മുഖ്യമന്ത്രിക്ക്.
മലപ്പുറത്തെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ആ അഭിമുഖവും അതുപോലെ പെൻഷൻ വിഷയമൊക്കെ വീണ്ടും സജീവ ചർച്ചയാകുമോ? അല്ല, ഇപ്പം തന്നെ ചർച്ചയായിട്ടുണ്ടല്ലോ. ജനങ്ങൾ ഇത് പലതും ചർച്ചയാക്കിയിട്ടുണ്ട്. അത് ചർച്ചയാക്കിയത് ഞങ്ങൾ പറഞ്ഞിട്ട് മാത്രമല്ല, ഞങ്ങൾ പറയുന്നതോടൊപ്പം ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ പുറത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ പുറത്തു പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾ വിലയിരുത്തൽ നടത്തുകയും അതിനെതിരെ ഉള്ള വിധിയെഴുത്ത് നടത്തുകയും ചെയ്യും. നിർണായകമാകുക ഭരണവിരുദ്ധ വികാരമാകുമോ? ഭരണവിരുദ്ധ വികാരം വലിയ സംശയം വല്ലതും ഉണ്ടോ? ആ കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. UDF-നെതിരെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ ഈ ഭരണവിരുദ്ധ വികാരം മതി. അത് തന്നെ അധികമാണ്. അടുത്ത 3 ദിവസം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ കുഴുക്കുകയാണ്. അപ്പോഴും വിഷയങ്ങൾ എന്തൊക്കെ, മറുപടികൾ എന്തൊക്കെ എന്നതാണല്ലോ പ്രധാനപ്പെട്ടതായി മാറുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം പരാമർശമടക്കം UDF കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ. ഇപ്പോൾ A. വിജയരാഘവൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. വിജയരാഘവൻ CPM പൊളിറ്റ് ബ്യൂറോ അംഗം നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് ഈ മലപ്പുറം ചർച്ചയാക്കട്ടെ എന്ന് തന്നെയാണ് CPM നിലപാടല്ലേ? മലപ്പുറം ചർച്ചയാക്കുന്നിടത്തോളം അത് UDF-നെ ദുർബലപ്പെടുത്തും. മലപ്പുറം ജില്ല ഇവിടെ പ്രാവർത്തികമാക്കാൻ മുൻകൈ എടുത്തത് EMS ആണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ വിഭാഗമായ മതന്യൂനപക്ഷത്തിന് സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത പരിഷ്കരണങ്ങൾക്കും അതിന് സഹായകരമായ നിയമനിർമ്മാണത്തിൽ നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ വെരിഫിക്കേഷൻ രീതികളുണ്ടായിരുന്നു അവർക്കെതിരായത്. അതുപോലെ തന്നെ മാപ്പിള ആക്ട് ഉണ്ടായിരുന്നു ഇവിടെ, മുസ്ലിം വിരുദ്ധമായ നിയമം. അപ്പോൾ മുസ്ലിങ്ങളെ നമ്മുടെ സാമൂഹ്യ പൊതുധാരയുടെ പുറത്തു നിർത്തുന്ന നിയമം ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ആ നിയമപുസ്തകത്തിൽ നിന്ന് ഇല്ലാതാക്കിയത് 1957 EMS ഗവൺമെൻറ്റാണ്. അപ്പോൾ മലപ്പുറം ജില്ല രൂപീകരിച്ചത് മുസ്ലിങ്ങൾക്കെതിരായ പ്രത്യേക വെരിഫിക്കേഷൻ ഒഴിവാക്കിയത്, മുസ്ലിം വിരുദ്ധമായ നിയമങ്ങളില്ലാതാക്കിയത്, പള്ളികൾ നിർമ്മിക്കുന്നതിനുള്ള തടസ്സം ഇല്ലാതാക്കിയത്, മദ്രസകൾ ഉണ്ടാക്കുന്നതിൽ തടസ്സം ഇല്ലാതാക്കിയത്, യഥേഷ്ടം ആരാധനാലയങ്ങൾ റിപ്പയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതും പൂതുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതും ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളത്തിൽ അധികാരം കിട്ടിയപ്പോഴാണ്. ബ്രിട്ടീഷുകാർ നിർത്തിവെച്ചിരുന്നു മലപ്പുറം നേർച്ച. ഒരിക്കലും ഈ നേർച്ച നടത്താൻ പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ അങ്ങനെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറത്തുകാരൻ്റെ പ്രതിരോധത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ അടയാളമായിരുന്നു മലപ്പുറം നേർച്ച. ആ മലപ്പുറം നേർച്ച വീണ്ടും നടത്തണമെന്നുള്ള ആഗ്രഹം ഇവിടുത്തെ മതന്യൂനപക്ഷ സമുദായം പ്രകടിപ്പിച്ചപ്പോൾ നേർച്ച നടത്താനുള്ള അനുവാദം കൊടുത്തത് 57 EMS ഗവൺമെൻറ്റാണ്. ആ നിലയിൽ മതന്യൂനപക്ഷത്തിനിടയിൽ ആത്മവിശ്വാസം വളർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ആ സാമൂഹ്യ വിഭാഗത്തിന് നല്ല അറിവുള്ളതാണ്. അതോടൊപ്പം ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യിക്കാനാണ് ഇവർ വരുന്നതെങ്കിൽ സ്വാഗതാർഹമാണ്. കാരണം എന്താ വെച്ചാൽ ഈ മലപ്പുറത്തെ വെച്ചുകൊണ്ടുള്ള ഒരു ഡിബേറ്റാണ് UDF ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഡിബേറ്റ് നടത്താൻ യാതൊരു പ്രയാസവും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മതനിരപേക്ഷമായ രാഷ്ട്രീയ നിലപാട്, ആ നിലപാട് വെച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ തന്നെ വിശദീകരിക്കാവുന്നതും അതേസമയം കോൺഗ്രസിൻ്റെ അവസരഭാഗത്തെ തുറന്നു കാട്ടാൻ കഴിയുന്നതുമായ ഒന്നാണ് ഇത് സംബന്ധിച്ച് മലപ്പുറം ചർച്ച ഉയർന്നു വരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ CPIM കേന്ദ്രങ്ങളിൽ നിന്ന് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ. UDF പ്രവർത്തകരുടെ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി നിലമ്പൂർ ഐഷ. വിവരം ഇല്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ക്ഷമിക്കുന്നു. വിദ്വേഷം ഇല്ലാതെ പരസ്പരം സ്നേഹത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുന്നതായി നിലമ്പൂർ ഐഷ ഫേസ്ബുക്കിൽ കുറിച്ചു. സൈബർ ആക്രമണത്തെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. UDF സൈബർ ആക്രമണം അതീവ മോശം എന്നായിരുന്നു വിമർശനം. ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതും സാംസ്കാരികമായി അധപ്പതിച്ചതുമായ പ്രവണതയാണ് ഇത് എന്ന് മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചു. നന്നായി ചിന്തിക്കുന്ന സാംസ്കാരിക നായകർ UDF-നൊപ്പം എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. സ്വരാജിനു വേണ്ടി സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ മുഴുവൻ രംഗത്തിറങ്ങി. ഇവിടെയുള്ളവർ ഇവിടെ നിന്നും മറ്റുള്ളവർ അവരുടെ മേഖലയിൽ നിന്നും സ്വരാജിനു വേണ്ടി ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അതിനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ചില സൈബർ ആക്രമണങ്ങളാണിപ്പോൾ നിലമ്പൂർ ആയിഷയ്ക്കെതിരെ വന്നിട്ടുള്ളത്. ഇന്നത്തെ പരിസ്ഥിതിയിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സൈബർ ആക്രമണം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവജ്ഞതയോടെ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അവരുടെ ആ ഒരു നിലപാടുണ്ടല്ലോ, അതാണ് അതിന്റെ ഊർജ്ജസ്വലമായ ഏറ്റവും ശക്തമത്തായ കരുത്തുള്ള പ്രതികരണം.
സ്കൂളുകളിലെ അധിക സമയ ക്രമീകരണത്തിൽ സമസ്ത എതിർപ്പ് അറിയിച്ചതോടെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിൽ ആണ് സർക്കാർ. ആരുടെയും മതവിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും വ്രണപ്പെടുത്തണമെന്ന് സർക്കാരിനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് 18 പറഞ്ഞു. അതേസമയം സമയമാറ്റത്തിൽ കൂടിയാലോചന വേണമായിരുന്നു എന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ സ്കൂൾ സമയത്തിലെ മാറ്റത്തിൽ വിശദമായ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുകയാണ്. നേരത്തെ സമസ്തയും പിന്നീട് വിമർശനവുമായി കോൺഗ്രസും രംഗത്തു വന്നിരുന്നു. കേരളത്തിലെ 10 ലക്ഷത്തോളം മുസ്ലിം വിദ്യാർത്ഥികൾ മതപഠനം നടത്തുന്ന മദ്രസകളെ ഈ തീരുമാനം സാരമായി ബാധിക്കുമെന്നായിരുന്നു സമസ്തയുടെ വിമർശനം. ഇതിന് പിന്നാലെയാണ് തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ സ്കൂൾ സമയം മാറ്റുന്നതിൽ സർക്കാരിന് കടുംപിടുത്തമില്ല. സമയക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഭാഗത്തിന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ചർച്ച നടത്തും. കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും വി ശിവൻകുട്ടി ന്യൂസ് 18 പറഞ്ഞു. ഇക്കാര്യത്തിൽ പിന്നെ വന്നിട്ടുള്ള വിമർശനം ഇതുവരെ ആരും രേഖാമൂലം ഒരു പേപ്പറും തന്നിട്ടില്ല. എങ്കിലും വന്നിട്ടുള്ള വിമർശനം സംബന്ധിച്ചും പരിശോധിച്ചാലും അത് കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ അന്തിമമായി നമുക്ക് തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടി കഴിയൂ. ഇതാണ് എൻ്റെ വസ്തുത. സമയമാറ്റത്തിൽ കൂടിയാലോചന വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. അതിലെ സർക്കാർ ഒന്നും കൂടി എല്ലാവരുമായിട്ട് ആലോചിക്കണമായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ. കാരണം വളരെ നാളായിട്ട് കേരളത്തിൽ നിൽക്കുന്ന ഒരു സമ്പ്രദായത്തെ, ഒരു സംവിധാനത്തെ പെട്ടെന്ന് മാറ്റുമ്പോൾ ഒരു ആലോചന വേണമായിരുന്നു എന്നാണ് എൻ്റെ. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. 30 മിനിറ്റ് അധികമായി ലഭിക്കുന്നത് പോലെയാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കപ്പൽ അപകടങ്ങളിൽ സർക്കാരിനോട് കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള ഇതേ കമ്പനിയുടെ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. നഷ്ടം കപ്പൽ കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിക്കണം. പരിസ്ഥിതിക്ക് ഉണ്ടായ നാശനഷ്ടം പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതിനിടെ കപ്പൽ കമ്പനിക്ക് 48 മണിക്കൂറിനുള്ളിൽ എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണമെന്ന അന്ത്യശാസനവുമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും രംഗത്ത് വന്നു. തുടർച്ചയായുണ്ടായ കപ്പൽ അപകടങ്ങളിൽ നടപടി കൂടുതൽ കടുപ്പിക്കുകയാണ് ഹൈക്കോടതി. ചെലവാകുന്ന മുഴുവൻ തുകയും കപ്പൽ കമ്പനിയിൽ നിന്നും ഈടാക്കണം. ഇതിനായി ഇതേ കമ്പനിയുടെ കപ്പൽ തടഞ്ഞുവെക്കുവാനും കോടതി നിർദ്ദേശം നൽകി. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചല്ല നഷ്ടം നികത്തേണ്ടത്. ഏതൊക്കെ തരത്തിൽ നഷ്ടപരിഹാര തുക കമ്പനിയിൽ നിന്നും ക്ലെയിം ചെയ്യാമെന്നും അറിയിക്കണം. മത്സ്യനഷ്ടം, സാമ്പത്തിക നഷ്ടം എന്നിവയെല്ലാം കമ്പനിയിൽ നിന്നും ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊച്ചിയിലെ അപകടത്തിൽ എണ്ണച്ചോർച്ചയാണ് പ്രശ്നമെന്നും കണ്ണൂർ അഴീക്കൽ കപ്പൽ അപകടത്തിൽ അപകടകരമായ കെമിക്കൽ മെറ്റീരിയലുകൾ ഉണ്ടായിരുന്നുവെന്നും AG ഹൈക്കോടതിയെ അറിയിച്ചു. പരാതി കിട്ടിയാൽ മാത്രമേ സർക്കാരിന് കേസെടുക്കാനാകൂ എന്നും ഹൈക്കോടതി അറിയിച്ചു. ഇതോടെ അമിക്കസ് ക്യൂരിയെ നിയമിക്കാമെന്നും നടപടിക്രമങ്ങൾ കാലതാമസം ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശം നൽകി. അതേസമയം കപ്പൽ കമ്പനികൾക്ക് ഷിപ്പിംഗ് മന്ത്രാലയം അന്ത്യശാസന നൽകി. MSC എൽസ 48 മണിക്കൂറിനുള്ളിൽ എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങണം. അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെടുക്കും. വാൻ ഹൈലൻഡ് ഷിപ്പിംഗ് കമ്പനിക്കും മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണമെന്നും നിർദ്ദേശം നൽകി. കപ്പൽ അപകടങ്ങളിൽ ജീവനക്കാരുടെ മൊഴിയെടുക്കൽ ആരംഭിച്ചതായി കോസ്റ്റൽ AIG വ്യക്തമാക്കി. നമ്മുടെ ടീം ഇത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ക്രൂ മെമ്പർ അവിടെ മംഗളപുര മാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. കേസ് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അറിയാൻ പറ്റും സ്റ്റേറ്റ് എടുക്കണോ ഇല്ല. സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ദിവസങ്ങൾ ഇടവിട്ടായിരുന്നു കൊച്ചി കോഴിക്കോട് പുറംകടലിൽ 2 കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം സംഭവത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അശ്രദ്ധയോടെ കപ്പലോടിച്ച് അപകടമുണ്ടാക്കി, വിഷരാസ സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി സ്വന്തം അക്കൗണ്ടുകളിലേക്ക് ആരോപണ വിധേയരായ ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവുകൾ പുറത്തുവിടുകയാണ് ന്യൂസ് 18. അതേസമയം കേസിന്റെ തുടരന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ പ്രഖ്യാപിക്കും. അതിനിടെ ഒളിവിൽ പോയ 3 വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കവടിയാറിലെ OBYOC എന്ന ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ 11 മാസത്തിനിടെ 1000 മുതൽ 60,000 രൂപ വരെയുള്ള നിരക്കിൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്.
വലിയതുറ സ്വദേശികളും സ്ഥാപനത്തിലെ ജീവനക്കാരുമായിരുന്ന രാധാകുമാരി, ദിവ്യ ഫ്രാങ്ക്ലിൻ, വിനീത ആദർശ് തുടങ്ങിയവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റി ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിന്റെ ഡിജിറ്റൽ രേഖകളാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. തട്ടിപ്പ് പുറത്തായതിന് പിന്നാലെ വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അബദ്ധത്തിൽ വൻ തുകകൾ കൈമാറിയ ഉപഭോക്താക്കളും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 66 ലക്ഷം രൂപ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വ്യക്തമാക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം ഇവരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതേസമയം പോലീസ് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയിൽ കൃഷ്ണകുമാറും കുടുംബവും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർണായക തീരുമാനം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കാലിക്കറ്റ് സർവകലാശാല പാഠ്യപദ്ധതിയിൽ റാപ്പ് ഗായകൻ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതിൽ എതിർപ്പുമായി BJP സിൻഡിക്കേറ്റ് അംഗം. പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്ന് സിൻഡിക്കേറ്റ് അംഗമായ AK അനുരാജ് വൈസ് ചാൻസലർ പ്രൊഫസർ P രവീന്ദ്രന് കത്തു നൽകി. എന്നാൽ കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ തന്റെ പാട്ട് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് റാപ്പർ വേടൻ വ്യക്തമാക്കി. പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും വിരോധമില്ല. സിലബസിൽ നിന്ന് പിൻവലിക്കണമെന്ന ആവശ്യം തന്റെ നിലപാടിന് എതിരെയുള്ള എതിർപ്പായാണ് കാണുന്നത് എന്നും വേടൻ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ഈ പാട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ആൾക്കാരെ ആലോചിക്കും 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന്. അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിപ്പോൾ പാട്ട് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത്. പാട്ട് അവിടെ തന്നെയുണ്ട്. പാട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ പോയി പാട്ട് കേൾക്കാം. അപ്പോൾ പാട്ട് പഠിപ്പിച്ചാലില്ലെങ്കിലും നിങ്ങളെല്ലാവരും പാട്ട് കേൾക്കും എന്തായാലും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറയാൻ മടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ്. ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇതെൻ്റെ പണിയാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്നുറക്കം വരുന്നുണ്ട്. ഞാൻ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഇതെൻ്റെ ജോലിയാണ്, ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. പുലിപ്പല്ല് കേസിൽ വേടൻ കോടനാട് റേഞ്ച് ഓഫീസിൽ ഹാജരായി. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അവകാശം ഉണ്ട് എന്ന പ്രസ്താവന തെറ്റാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ജനങ്ങളോട് ഖേദം പ്രകടിപ്പിക്കണമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രശ്നത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് UDF പിന്മാറണം. കാട്ടുപന്നിയെ കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നത് നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കും. കർണാടക അടക്കം അയൽ സംസ്ഥാനങ്ങളുമായി വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ഒളിക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ CPO വൈശാഖ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 7 മാസമായി പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും വൈശാഖിന്റെ മൊബൈലിൽ കണ്ടെടുത്തു. വൈശാഖിനെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നഗ്നചിത്രങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി വൈശാഖ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥ ഇടുക്കി വനിതാ സെല്ലിൽ പരാതി നൽകി. തുടരന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ CPO വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ അയച്ചു നൽകുകയും ഇത് കാട്ടി വൈശാഖ് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. അന്വേഷണത്തിൽ 7 മാസമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നഗ്നചിത്രങ്ങൾ ഇവർ അറിയാതെ ഇയാൾ ഒളിക്യാമറ വഴി ശേഖരിച്ചുവെന്നും കണ്ടെത്തി. മണ്ഡലകാലം മുതൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യം ഇയാൾ സമാന രീതിയിൽ പകർത്തിയിരുന്നതായാണ് വിവരം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് പന്തീരാങ്കാവിൽ സ്വകാര്യ ബാങ്കിന് കബളിപ്പിച്ച് 40 ലക്ഷം രൂപ കവർന്നതിൽ അടിമുടി ദുരൂഹത. പരാതിക്കാരൻ അരവിന്ദ് പല മൊഴികളാണ് നൽകുന്നത്. ആദ്യം പണം കൊണ്ടുപോയത് അക്ഷയ ഫൈനാൻസിയേഴ്സിലേക്ക് ആണ് എന്ന് പറഞ്ഞ അരവിന്ദ് പിന്നീട് നൽകിയ മൊഴിയിൽ ഒളവണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് എന്ന് മാറ്റി പറഞ്ഞു. ഈ 2 മൊഴികളും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന 8 ബാങ്ക് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. പരാതിക്കാരനായ അരവിന്ദിന് ഒപ്പം സംഭവം നടന്ന സ്ഥലത്തും സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിലും പോലീസ് പരിശോധന നടത്തി. പ്രതി ഷിബിൻ ലാലിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾ പണവുമായി കടന്നുകളഞ്ഞ സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ഷെഡിന് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് പണവുമായി കടന്നുകളഞ്ഞ സ്കൂട്ടർ കണ്ടെടുത്തത്.
ജാതി സെൻസസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട NSS ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും NSS നിവേദനം നൽകി. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതാണ് ജാതി സെൻസസ് എന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതുവരെ 7125 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 3 മരണവും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് മരണങ്ങൾ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത്. ഇതുവരെ സംസ്ഥാനത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 2165ആയി. ജലസംഭരണി തകർന്ന സിനിമാ സെറ്റിൽ പ്രളയം. തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ സിനിമയുടെ അസിസ്റ്റന്റ് ക്യാമറാമാന് ഗുരുതരമായി പരിക്കേറ്റു. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സൈറ്റിൽ ആയിരുന്നു അപകടം നടന്നത്. നടൻ രാംചരൺ തേജ നിർമ്മിക്കുന്ന ആദ്യ ചിത്രമായ ദി ഇന്ത്യൻ ഹൗസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ജലസംഭരണി തകർന്നു വീണത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 9100 രൂപ, പവൻ 72,800. 18 ക്യാരറ്റ് ഗ്രാം 7480, പവൻ 59,840. വെള്ളി ഗ്രാം 118, കിലോ 1,12,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.